62ാമത് കൗമാര കലാമേളയ്ക്ക് കൊല്ലത്ത് ആവേശകരമായ തുടക്കം. വൈവിധ്യങ്ങളെ ഒന്നിലേക്ക് ചുരുക്കാൻ ശ്രമം നടത്തുന്ന കാലത്ത് അതിനെ ചേർത്തുപിടിക്കുന്നതാണ് കലയെന്ന മുഖ്യമന്ത്രി. അടുത്ത വർഷം മുതൽ കൂടുതൽ തനത് കലകൾ ഉൾപ്പെടുത്തി കലോത്സവ മാനുവൽ പരിഷ്കരിക്കുമെന്ന് ഉദ്ഘാടന വേദിയിൽ വിദ്യാഭ്യാസ മന്ത്രിയും പ്രഖ്യാപിച്ചു. ആദിവാസി കലാരൂപമായ മംഗലംകളിയോടെയും പ്രശസ്ത നർത്തകി ആശാശരത്തിന്റെ നൃത്താവിഷ്കാരത്തോടെയുമാണ് 62ാമത് സ്കൂൾ കലോത്സവത്തിന് തുടക്കമായത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ 5 ദിവസം നീണ്ടു നിൽക്കുന്ന കലാമേള ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ വൈവിധ്യങ്ങളെ ഒന്നിലേക്ക് ചുരുക്കാൻ ശ്രമം നടക്കുന്ന കാലത്ത് വൈവിധ്യങ്ങളെ ചേർത്ത് പിടിക്കുന്നതാണ് കലയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കലോത്സവം വിദ്യാർത്ഥികളുടെ മത്സരമാണെന്നും രക്ഷിതാക്കൾ തമ്മിലുള്ള മത്സരമായി മാറരുതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. വൈവിധ്യങ്ങൾ അപകടത്തിലാകുന്നതോടെ പിന്നോട്ടടിക്കപ്പെടുക കലാരൂപങ്ങൾ കൂടിയാണ് എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ വൈവിധ്യങ്ങളെ പരിരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമുള്ള വേദിയായി കൂടി നമ്മുടെ സ്കൂൾ കലോത്സവങ്ങൾ മാറേണ്ടതുണ്ട്. അതാണ് ഇത്തരം ഉത്സവങ്ങൾ നമ്മോട് ആവശ്യപ്പെടുന്നത്. അടുത്ത വർഷം മുതൽ കൂടുതൽ തനത് കലാരൂപങ്ങൾ ഉൾപ്പെടുത്തി കലോത്സവ മാനുവൽ പരിഷ്കരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രിയും വ്യക്തമാക്കി. കുറേ നാളുകളായി നടക്കുന്ന ഈ കലോത്സവം പഴയ മാനുവൽ അനുസരിച്ചാണ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വർത്തമാന കാലഘട്ടത്തിൻ്റെ മാറി വന്ന സാഹചര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത വർഷം മുതൽ മാനുവൽ ഒന്ന് പരിഷ്കരിക്കണം എന്നുള്ള ആലോചന ഉണ്ട് എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. കൊല്ലം ആശ്രമം മൈതാനിയിൽ ഒരുക്കിയ പ്രധാന വേദിയിൽ നിറഞ്ഞ സദസ്സും വേദിയും ഉദ്ഘാടന ചടങ്ങ് ആഘോഷമാക്കി. മന്ത്രിമാർ, എംപിമാർ, MLA മാർ, മറ്റ് ജനപ്രതിനിധികൾ, വിശിഷ്ട വ്യക്തികൾ എന്നിവർ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി. 24 വേദികളിലായി 14,000-ഓളം വിദ്യാർത്ഥികൾ വിവിധ മത്സരങ്ങളിലായി പങ്കെടുക്കും. 62ാമത് കൗമാര കലാമേളയ്ക്ക് തുടക്കമായി. ഇനിയുള്ള 5 ദിനരാത്രങ്ങൾ കൊല്ലം നഗരം ആഘോഷലഹരിയിലാകും. ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം വിജിൻ വായാന്തോട്, കൈരളി ന്യൂസ്.